ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു ബറാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ കഴിഞ്ഞ നവംബർ 25 എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ടെൻഡർ കോക്കനട്ട് കേക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേക്കിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാൻ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മുട്ടക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 4 മുട്ടൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് 2 പോർഷൻസ് ആക്കി മാറ്റിയെടുക്കണം. ഞാനിവിടെ 2 മുട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്, 2 കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2 മുട്ടയ്ക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി വേണം. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഞാനിങ്ങനെ അടിക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ 4 മുട്ടൻ്റെ കേക്കിന് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 മുട്ട വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 കേക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ 2 ഭാഗമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതിന് ഒരു ഭാഗം എടുത്തിട്ട് കുറച്ചായിട്ട് ഇതിലിട്ട് കൊടുക്കണം. മൊത്തം ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ചായിട്ട് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് 16ൻ്റെ മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ബാറ്റർ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3-4 തവണ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെയുള്ളൊരു പാത്രത്തിൽ ഇറക്കി വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 30 to 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ഐസിങ്ങിന് ആവശ്യമായിട്ട് നമ്മൾ ഇളനീറിൻ്റെ ഫ്ലഷ്, കുറച്ച് ഇളനീറിൻ്റെ ഫ്ലഷും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും പിന്നെ ഇളനീറിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 3 മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഐസിങ്ങിന് ആവശ്യമായ ക്രീം റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 2 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ ക്രീം നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീറും മിൽക്ക് മെയ്ഡൊക്കെ ഇട്ട് അടിച്ചിട്ടുള്ള ആ ഒരു കൂട്ട് 2 ടേബിൾ സ്പൂൺ ഈ ഒരു ക്രീമിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 കേക്ക് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കേക്ക് 2 പീസ്, അങ്ങനെ 2 കേക്ക് 4 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര വലിയ ബോർഡിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ 2 കിലോൻ്റെ ബോർഡ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1.5 കിലോൻ്റെ ബോർഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ അടിയിൽ ഞാൻ ഇതേപോലെ കേക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളനീരിൻ്റെ വെള്ളവും പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാനിതുപോലെ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിയിൽ നമ്മൾ കൂടുതൽ വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മേലയിലുള്ളതൊക്കെ അടിയിൽ ഇറങ്ങി പോകും. അപ്പോൾ നമ്മൾ അടിയിൽ കുറച്ചിട്ടേ നമ്മൾ വെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ ഞാൻ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇളനീരിൻ്റെ ഫ്ലഷും പിന്നെ ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ കൂട്ട് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇളനീർ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിലൊരു കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിൻ്റെ മേലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി ഇതിൻ്റെ മേലിൽ വെക്കാം. അപ്പോൾ ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഈ 4 ഭാഗവും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഐസിങ് കൂടി ചെയ്യാം. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇനി ഇതൊന്ന് മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എയർ ബബിൾസൊക്കെ കുടുങ്ങിയ സ്ഥലത്ത് ഒന്നുകൂടി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഏകദേശം ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാനൊരു ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ചെറുതായിട്ട് മുറിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഈ ചെയ്തെടുക്കുന്നത്. സെൻറ്റർ വെച്ചിട്ടാണ് ഇത്, സെൻറ്റർ വെച്ച് ഇതേപോലെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് ഞാനൊരു 3 റോസ് ഫ്ലവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സിൽവർ കളർ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഡർ കോക്കനട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.